ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് നെക്ക് ലൈൻസ് ആണ്. നമുക്ക് ഒരു 4 ടൈപ്പ് നെക്ക് ലൈൻസ് നോക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ ചെയ്യണം, ഞാൻ റഫായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കളർ പെൻസിൽ വെച്ച് കളർ ചെയ്യാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂൻ ആന. ബ്രിട്ടനിൽ ഒരു ക്യൂൻ പോപ്പുലറൈസ് ആക്കിയ ഒരു നെക്ക് ലൈനാണിത്. അപ്പോൾ ഞാനത് ഗ്രീൻ വെച്ചാണ് ചെയ്യണത്. ആദ്യം നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ച് ഒന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ നല്ല ഡാർക്ക് ഗ്രീൻ പെൻസിൽ വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുക്കാം. പിന്നെ ഷെയ്ഡിങ് ഒക്കെ ഉണ്ടെങ്കിലും ഡാർക്ക് ഗ്രീൻ കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക രണ്ടും. അങ്ങനെ നമുക്ക് നെക്ക് ലൈൻസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നെക്ക് ലൈൻ ചെയ്യാൻ ഞാൻ മറ്റേ 10 ഹെഡിൻ്റെ ബ്ലോക്ക് ഫിഗർ വരച്ചില്ലേ, സെയിം മെഷർമെൻറ്റിൽ വേസ്റ്റ് വരെ വരച്ചിട്ടാണ്, മെഷർമെൻ്റ് എടുത്തിട്ടാണ് നെക്ക് ലൈൻ വരച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്കിൻ ടോൺ ചെയ്യണമെങ്കിൽ ഈ ഒരു കളർ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മുഴുവൻ. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ, പിന്നെ കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള, ഡാർക്ക് ബ്രൗൺ അല്ല, ഇതിൻ്റെ ഇടയിലൊരു ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് ഷെയ്ഡിങ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്രൗൺ എടുത്തിട്ടാണ് ഇപ്പോൾ ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് കൊടുക്കണം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ നമുക്ക് ശരിക്കും ഡാർക്ക് ബ്രൗൺ എടുക്കാം. സ്കിൻ ടോൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 3 കളർ പെൻസിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അടുത്തത് ഇപ്പോൾ ചെയ്യാൻ പോണത് കൗൾ എന്ന് പറഞ്ഞൊരു നെക്ക് ലൈനാണ്. ഇത് കുറച്ച് ലൂസി ആയിട്ട് നെക്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെയുള്ളൊരു നെക്ക് ലൈനാണ്. ഇത് നമുക്ക് മറ്റൊരു കളർ പെൻസിൽ മറ്റൊരു ഷെയ്ഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. സ്കിന്ന് ചെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ. ആദ്യം ലൈറ്റായിട്ടുള്ള സ്കിൻ ടോൺ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്രൗൺ എടുക്കുക. പിന്നെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ എടുക്കുക. ഇതെല്ലാം ഞാൻ നേരത്തെ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് കളർ ചെയ്ത് ഫില്ല് ചെയ്യണേ ഉള്ളൂ. ഡ്രസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി 2 കളർ പെൻസിൽ ഉപയോഗിക്കും. ഒരു ലൈറ്റ് കളറും അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറും. അപ്പോൾ ഔട്ട്ലൈൻ ഡാർക്ക് കളർ വെച്ച് കൊടുക്കും. പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളറും യൂസ് ചെയ്യാം നമുക്ക്. ഇതല്ലാണ്ട് പല ടൈപ്പ് നെക്ക് ലൈൻ നമുക്കറിയണത്, റൗണ്ട്, സ്ക്വയർ, ബക്കറ്റ്, അങ്ങനെ പല നെക്ക് ലൈൻസ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു 4 നെക്ക് ലൈൻ എടുത്തുന്നുള്ളൂ. ഇത് ടൈ നെക്ക് എന്നാണ് ഇതിനെ പറയുക. ഇത് നെക്കിലായിട്ട് ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ബോ പോലെയൊക്കെ ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കണ പോലെയായിട്ടാണ് ഈ നെക്ക് ലൈൻ വരുന്നത്. ഇതിനിപ്പോൾ ഞാൻ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഷെയ്ഡ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാർക്ക് പിങ്ക് എടുത്ത് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് നിൽക്കും. ഫാഷൻ മോഡൽസിൻ്റെ നെക്ക് ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം.
അടുത്ത നെക്ക് ലൈനാണ് ഹൈ നെക്ക്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോളർ ബോണിൽ നിന്നും കുറച്ചും കൂടി മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ഒരു നെക്ക്. കുറച്ച് നെക്കിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണതാണ് ഹൈ നെക്ക് എന്ന് പറഞ്ഞ ഒരു മോഡല്.